ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PNV അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെട്ട് സയൻസ് ക്വിസിന് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യോത്തരങ്ങളുമായാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം: ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വിക്രം സാരാഭായ്. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇരട്ട നോബൽ സമ്മാന ജേതാവ് മേരി ക്യൂറി. സമാധാനത്തിനും ഭൗതികശാസ്ത്രത്തിനും അവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ആൻ്റണി ലാവോസിയർ. ആവർത്തന പട്ടിക നിർമ്മിച്ചത് ആരെ? ഡിമിട്രി മെൻഡലീഫ്. പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁵ km/s അല്ലെങ്കിൽ 3,00,000 km/s. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ dB. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണം പ്രകാശത്തിൻ്റെ വിസരണം. വജ്രം തിളങ്ങാൻ കാരണം പൂർണ്ണ ആന്തരിക പ്രതിഫലനം. അടുത്ത ചോദ്യം: വൈദ്യുതി പ്രതിരോധം റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം. ബലം അളക്കുന്ന യൂണിറ്റ് ന്യൂട്ടൺ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം ധ്രുവപ്രദേശങ്ങളിൽ. അടുത്ത ചോദ്യം: വെള്ളത്തിൻ്റെ രാസസൂത്രം H2O. 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് വെള്ളത്തിൻ്റെ ഒരു തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്നത്. ദ്രാവക ലോഹം എന്നറിയപ്പെടുന്നത് മെർക്കുറി. ദ്രാവക അലോഹം എന്നറിയപ്പെടുന്നത് ബ്രോമിൻ. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ്. പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ്. അഗ്നിശമനി വാതകം എന്നറിയപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം: ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ്? 24 ക്യാരറ്റ്. അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. പഴങ്ങളിലെ ആസിഡ് ഓർഗാനിക് ആസിഡുകൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. കോശത്തിൻ്റെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. സസ്യങ്ങളിലെ പച്ച നിറം നൽകുന്നത് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ K. ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യ. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് AB ബ്ലഡ് ഗ്രൂപ്പ്. ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യൻ നീൽ ആംസ്ട്രോങ്. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ, മാർസ്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം, ജൂപ്പിറ്റർ. ചന്ദ്രയാൻ 3 വിജയകരമായി ലാൻഡ് ചെയ്തത് 2023 ഓഗസ്റ്റ് 23. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ്. ടെലിസ്കോപ്പ് കണ്ടുപിടിച്ച വ്യക്തി ഗലീലിയോ ഗലീലി. പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഫ്ലെമിംഗ്. റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി. വിമാനത്തിൻ്റെ ഉപജ്ഞാതാക്കൾ റൈറ്റ് സഹോദരന്മാർ. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ഭൂഗുരുത്വ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടൺ. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. തലയോട്ടിയിൽ 22 അസ്ഥികൾ. രാത്രി കാഴ്ചയ്ക്ക് സഹായകമാകുന്ന വൈറ്റമിൻ A.
സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ അഥവാ ലിവർ. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ചെവിയിലെ അസ്ഥിയാണ്. ഹൃദയത്തെക്കുറിച്ച് പഠിക്കാൻ ECGയും തലച്ചോറിനെക്കുറിച്ച് പഠിക്കാൻ EEGയും ഉപയോഗിക്കുന്നു. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയ ദിനമാണ് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ഓഗസ്റ്റ് 23, 2023 പ്രത്യേകത ചന്ദ്രയാൻ 3 വിജയകരമായി ലാൻഡ് ചെയ്ത ദിനം. ഹാലിയുടെ വാൽനക്ഷത്രം പ്രത്യക്ഷപ്പെടുന്ന ഇടവേള 76 വർഷം കൂടുമ്പോൾ. ആപേക്ഷികതാ സിദ്ധാന്തം കണ്ടുപിടിച്ച വ്യക്തി ആൽബർട്ട് ഐൻസ്റ്റീൻ. E=mc². ഭൂഗുരുത്വ സിദ്ധാന്തം ഐസക് ന്യൂട്ടൺ. സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ JC ബോസ്. ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലി. പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. പെൻസിലിൻ്റെ തുടക്കം ആൻറ്റിബയോട്ടിക് വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം. CNGയിലെ പ്രധാന ഘടകം മീഥെയ്ൻ. LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടെയ്ൻ ആൻഡ് പ്രൊപ്പെയ്ൻ. അലുമിനിയത്തിൻ്റെ അയിര് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ബോക്സൈറ്റ്. സ്വർണം ലയിക്കുന്ന ദ്രാവകം എന്നറിയപ്പെടുന്നത് അക്വ റീജിയ. ഉറുമ്പിൻ്റെ വിഷത്തിലെ ആസിഡ് ഫോമിക് ആസിഡ്. വിനാഗിരിയിലെ ആസിഡ് അസറ്റിക് ആസിഡ്. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പ് നിറം. ആൽക്കലിയിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം നീല നിറം. സോളാർ പാനലുകളിൽ ഉപയോഗിക്കുന്ന അർദ്ധചാലകം സിലിക്കൺ. ബൾബിലെ ഫിലമെൻ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഉയർന്ന തിളനിലയുള്ള ടങ്സ്റ്റൺ കൊണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ അതിലടങ്ങിയിരിക്കുന്നത് ഇരുമ്പ്, ക്രോമിയം, നിക്കൽ എന്നിവയുടെ മിശ്രിതം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം ചെമ്പ്. മാലക്കൈറ്റ് എന്നത് ചെമ്പിൻ്റെ അയിരാണ്. ആവർത്തന പട്ടികയിലെ 1-ാം മൂലകം ഹൈഡ്രജൻ. പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് വാനില. ഹിരോഷിമയിലിട്ട ബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ്. ഹൈഡ്രജൻ ബോംബ് ഏത് തത്വപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓസോൺ നാശത്തിന് കാരണം ക്ലോറോ ഫ്ലൂറോ കാർബൺ CFC. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്